ഡൽഹിയിൽ കാറിൽ സ്ഫോടനം. ചെങ്കോട്ട മെട്രോ സ്റ്റേഷന് സമീപമാണ് സ്ഫോടനമുണ്ടായത്. സ്ഥലത്തു നിന്നും ആളുകളെ ഒഴിപ്പിക്കുന്നു. 4 കാറുകൾക്ക് തീപിടിച്ചു. നിരവധി പേർക്ക് പരിക്കേറ്റതായി സൂചന. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും കെ പ്രശാന്ത് ചേരുന്നു. പ്രശാന്ത്, എന്താണ് ഉണ്ടായത്? അശ്വതി, മെട്രോ സ്റ്റേഷന്റെ 1ാം ഗേറ്റിന് സമീപം നിർത്തിയിരുന്ന കാർ പൊട്ടിത്തെറിച്ചെന്ന വിവരമാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്നത്. തൊട്ടടുത്തുണ്ടായിരുന്ന 4ലധികം കാറുകൾക്ക് തീപിടിച്ചിട്ടുണ്ട്. വൈകിട്ടോടുകൂടിയാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായത് എന്നുള്ളതാണ് ഡൽഹി ഫയർഫോഴ്സ് വ്യക്തമാക്കുന്നത്. നിരവധി ആളുകൾ ഭയചകിതരായി ഓടിയതോടുകൂടി തന്നെ വലിയ രീതിയിലുള്ള അപകടത്തിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാറുകൾ പൂർണ്ണമായി കത്തിനശിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി. ഫയർഫോഴ്സിന്റെ സംവിധാനങ്ങളെല്ലാം എത്തി തന്നെ അവിടെ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും ഇവിടെ തുടരുന്ന ഒരു സാഹചര്യമാണുള്ളത്. പക്ഷേ ആ പ്രദേശത്തേക്ക് എത്താൻ കഴിയാത്ത ഒരു സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഡൽഹി റെഡ് ഫോർട്ട്, പ്രത്യേകിച്ച് അവിടെ മാർക്കറ്റുകളും മറ്റു സംവിധാനങ്ങളും ഒക്കെ തന്നെ ഉള്ളതാണ്. അതീവ സുരക്ഷാ മേഖലയാണ്. ഒപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശൈത്യകാലത്തിന്റെ സമയമായതുകൊണ്ട് തന്നെ നിരവധി ആളുകൾ സാധനങ്ങളും മറ്റും വാങ്ങുന്നതിനായി ഈ മാർക്കറ്റിലേക്കും മറ്റു സംവിധാനങ്ങളിലേക്കും എത്തിക്കൊണ്ടിരിക്കുന്ന സമയം കൂടിയാണ്. ആ സമയത്താണ് ഇത്തരത്തിലൊരു സ്ഫോടനം ഉണ്ടായിട്ടുള്ളത്. ഇക്കാര്യങ്ങൾ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഈ വരുന്ന മണിക്കൂറുകൾ മാത്രമേ അറിയാൻ കഴിയുള്ളൂ. ഏതായാലും ഡൽഹി പോലീസിന്റെ സ്പെഷ്യൽ സെല്ല് ഈ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. അവർ ഇക്കാര്യങ്ങൾ പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം മാത്രമായിരിക്കും ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ തിക്കിലും തിരക്കിലും പെട്ട ഓടിയതോടെ നിരവധി പേർക്ക് പരിക്കേറ്റു എന്ന വിവരമാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. കൂടുതൽ മറ്റേതെങ്കിലും തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നത് സംബന്ധിച്ച് കൂടുതൽ വ്യക്തതകൾ വരേണ്ടതാണ്. ഏതായാലും ഗുരുതരമായ ഒരു സാഹചര്യം തന്നെയെന്ന് നമുക്ക് പറയേണ്ടി വരും. പ്രത്യേകിച്ച് ഡൽഹി റെഡ് ഫോർട്ട് എന്ന് പറയുന്നത് നേരത്തെ സൂചിപ്പിച്ച പോലെ അതീവ സുരക്ഷാ മേഖല. ഇന്ത്യ ഗേറ്റ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ശക്തമായ സുരക്ഷയുള്ള മേഖലയാണ് റെഡ് ഫോർട്ട്. പ്രത്യേകിച്ച് അവിടെ മറ്റ് നിരീക്ഷണങ്ങൾ, CCTV നിരീക്ഷണങ്ങൾ അടക്കമുള്ള പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ എന്താണ് സംഭവിച്ചത് എന്നുള്ളതാണ് നമുക്ക് ഇനി മനസ്സിലാക്കേണ്ടത്. പ്രത്യേകിച്ച് കഴിഞ്ഞ ഏതാനും മണിക്കൂറുകൾക്കിടെയാണ് 7 ഭീകര പ്രവർത്തകരെയാണ് പ്രത്യേക സെൽ പോലീസ് സംവിധാനങ്ങളെല്ലാം തന്നെ ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ തന്നെ രാജ്യത്ത് ആകമാനം അറസ്റ്റ് ചെയ്തത്. അതിൽ തന്നെ ഫരീദാബാദിലും ഒപ്പം തന്നെ അംബാലയിലുമായി 2 പേരെ അറസ്റ്റ് ചെയ്തതെന്ന് നമ്മൾ കണ്ടതാണ്. ഇവരിൽ നിന്ന് അമ്മോണിയം നൈട്രേറ്റ് അടക്കം കണ്ടെത്തിയിരുന്നു. സ്വാഭാവികമായും അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള സംവിധാനങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രധാനമായും അറിയേണ്ടത്. ഏതായാലും ഈ തീപിടുത്തം ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ സ്ഫോടനത്തിന്റെ അടിസ്ഥാനത്തിൽ മറ്റ് ഏതെങ്കിലും തരത്തിൽ അപകടമുണ്ടായി അല്ലെങ്കിൽ ജീവഹാനി ഉണ്ടായിട്ടുണ്ടോ എന്നത് ഇതുവരെ വ്യക്തമായിട്ടില്ല. പക്ഷേ അതേസമയം നിരവധി ആളുകൾക്ക് പരിക്കേറ്റുണ്ട്. അത് പക്ഷേ അത്രയധികം തിക്കും തിരക്കുമുള്ള ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെയുള്ള ഒരു അപകടമാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഡൽഹി പോലീസിന്റെ പ്രത്യേക സെല്ല് ഇപ്പോൾ അവിടേക്ക് എത്തിയിട്ടുണ്ട്. അവർ കൃത്യമായി പരിശോധനകൾ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല പ്രദേശത്തിന്റെ നിയന്ത്രണം പൂർണ്ണമായും സേനാ വിഭാഗങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. CRPF അടക്കം സുരക്ഷയുള്ള ഒരു മേഖലയാണ് റെഡ് ഫോർട്ട്. മറ്റ് സുരക്ഷാ സംവിധാനങ്ങളുണ്ട്. പ്രദേശം പൂർണ്ണമായും CCTV നിയന്ത്രണത്തിനും നിരീക്ഷണത്തിനും കീഴിലാണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ മറ്റ് നീക്കങ്ങൾ ഇതിന് പിന്നിലുണ്ടോ എന്നുള്ളതാണ് ഇനി അടുത്ത മണിക്കൂറുകൾ അറിയാനുള്ളത്. ഏതായാലും ഗുരുതരമായ ഒരു സാഹചര്യം എന്ന് തന്നെ നമുക്ക് ഈ ഘട്ടത്തിൽ പറയേണ്ടി വരും. ഡൽഹി പോലീസിന്റെ സ്പെഷ്യൽ സെല്ലിന് പുറമെ മറ്റ് സേനാ വിഭാഗങ്ങൾ എത്തിയെന്ന വിവരം കൂടിയാണ് ഇപ്പോൾ ഈ സമയത്ത് നമുക്ക് നൽകാൻ കഴിയുന്നത്. ഏതായാലും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 1ാം ഗേറ്റിന് സമീപമാണ് ഈ പ്രശ്നം ഇപ്പോൾ ഇത്തരത്തിലുള്ള സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഇനി വരുന്ന മണിക്കൂറുകളിലുള്ള പരിശോധനയ്ക്ക് ശേഷവും മറ്റു നടപടികൾ ആയി ബന്ധപ്പെട്ട് മാത്രമാണ് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുകയുള്ളൂ. ഏതായാലും ഒരു 1000-ലധികം ആളുകൾ ഒരേ സമയത്ത് കടന്നു പോകുന്ന ഒരു മേഖലയാണ് ഈ റെഡ് ഫോർട്ട് എന്നതുകൂടി പ്രധാനപ്പെട്ട കാര്യമാണ്. മിനിറ്റുകൾക്ക് ഇത്രയധികം ആളുകൾ സഞ്ചരിക്കുന്നു. നടന്നു പോകുന്ന വഴികളാണ് പ്രധാനമായും. ഈ പരിസരങ്ങളിലേക്ക് കൂടുതലായി വാഹനങ്ങൾ, പ്രധാന വഴികൾ കടന്നാൽ പിന്നെ വാഹനങ്ങൾക്ക് പ്രവേശനമില്ല. അവിടെ മുഴുവൻ നടന്ന് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. അതിന് തൊട്ടടുത്താണ് മെട്രോ സ്റ്റേഷന്റെ 2 ഗേറ്റുകൾ ഉള്ളത്. അതിൽ 1ാമത്തെ ഗേറ്റിന് സമീപമാണ് ഈ സ്ഫോടനം ഉണ്ടായിട്ടുള്ളത്. അതെന്ന് പറയുന്നത് റെഡ് ഫോർട്ടിന് നേരെ മുൻവശത്താണ് എന്നുള്ളത് കൂടി പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അത്രയധികം സുരക്ഷാ മേഖല തന്നെയാണ് ആ പ്രദേശങ്ങൾ ആകെ എന്നുള്ളതാണ്. ഇനിയിപ്പോൾ എന്ത് നടപടികൾ ഉണ്ടാകും എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. മറ്റേതെങ്കിലും തരത്തിലുള്ള അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്നുള്ളതാണ്. ദേശീയ അന്വേഷണ ഏജൻസി നേരത്തെ 2 പേരെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന്റെ ഭാഗമായി വിവരങ്ങൾ ശേഖരിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള സമീപനങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും നീക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പരിശോധിക്കുന്നത്. ഡൽഹി പോലീസിന്റെ പ്രത്യേക സെൽ എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ഭീകരവാദ പ്രവർത്തനങ്ങൾ മറ്റും നടക്കുകയാണെങ്കിൽ അക്കാര്യങ്ങൾ കൂടി അന്വേഷിക്കുന്ന വിഭാഗമാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായി ഈ സംഭവം സംബന്ധിച്ച് അന്വേഷണം നടക്കും. ഇപ്പോൾ ഈ ഡൽഹിയുടെ പ്രധാനപ്പെട്ട പ്രദേശങ്ങളെല്ലാം തന്നെ വലിയ ഗതാഗത കുരുക്ക് രൂക്ഷമായിട്ടുണ്ട്. കാരണം പ്രധാന മേഖലകളിലേക്ക് കടന്നു പോകുന്ന വഴികളെല്ലാം തന്നെ ഈ റെഡ് ഫോർട്ടുമായി ചേർന്നുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആ പ്രദേശങ്ങളിലേക്ക് ഇപ്പോൾ ഈ സുരക്ഷാ സംവിധാനങ്ങളുടെ ഭാഗമായ മറ്റ് ആളുകൾക്ക് എത്താനും മറ്റ് കാര്യത്തിലൊക്കെ എത്താനൊക്കെ ഉള്ള ഒരു ബുദ്ധിമുട്ട് കൂടി ഉണ്ടാവും. സ്വാഭാവികമായും ഡൽഹി പ്രധാനമായും വലിയ
ഗതാഗതക്കുരുക്കിലേക്ക് തന്നെ പോകാനുള്ള സാഹചര്യമുണ്ട്. ദൃശ്യങ്ങളിൽ തന്നെ അല്ലെങ്കിൽ ഈ നമുക്ക് ലഭിക്കുന്ന ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയുന്നത് ഈ വാഹനങ്ങൾ പൂർണ്ണമായും കത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ പൊട്ടിത്തെറിച്ച നിലയിലാണ് കാറുകളെല്ലാം തന്നെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഏത് തരത്തിലാണ് ഈ അപകടത്തിന്റെ വ്യാപ്തി എന്നുള്ളത് വരുന്ന നിമിഷങ്ങളിൽ മാത്രമാണ് നമുക്ക് അറിയാൻ കഴിയുള്ളൂ. ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഈ പരിക്കേറ്റത് ഈ സ്ഫോടനത്തിന്റെ അല്ലെങ്കിൽ തീപിടുത്തം ഉണ്ടായതിന്റെ പശ്ചാത്തലത്തിൽ ഓടി മാറിയ അല്ലെങ്കിൽ തിക്കിലും തിരക്കിലും പെട്ട ആളുകൾക്കാണ്. ഇനി മറ്റേതെങ്കിലും തരത്തിലുള്ള വലിയ അപകടത്തിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ടോ എന്നുള്ളതാണ് നമുക്ക് അറിയാനുള്ളത്. അശ്വതി, പ്രശാന്ത് സൂചിപ്പിക്കുന്നുണ്ട് ജീവഹാനി ഉണ്ടായിട്ടില്ല, അത്തരത്തിലുള്ള വിവരങ്ങളൊക്കെ ഇനി പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. എങ്കിലും ചോദിക്കുകയാണ്, അഭ്യൂഹങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. 2 കാറുകൾ പൊട്ടിത്തെറിച്ചു, അതിൽ ഒരു മരണമെന്ന് സ്ഥിരീകരിക്കാവുന്ന തരത്തിലുള്ള വാർത്തകളാണോ പുറത്തു വരുന്നത്? അങ്ങനെയുള്ള അഭ്യൂഹങ്ങളൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട്, അതാണ്. അശ്വതി, ഇപ്പോൾ നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് മരണസംഖ്യ അത്തരം കാര്യങ്ങൾ ഇതുവരെ പോയിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരുപക്ഷെ അതിന്റെ അത്ര ഔദ്യോഗിക സ്ഥിരീകരണം വരാതെ നമ്മൾ അത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ നൽകുന്നത് ഈ ഘട്ടത്തിൽ അഭികാമ്യമാകില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത്. 7 ഫയർഫോഴ്സ് യൂണിറ്റുകൾ ഇപ്പോൾ അവിടേക്ക് അയച്ചു എന്നുള്ളതാണ് വ്യക്തമാക്കാൻ കഴിയുന്നത്. ഡൽഹി പോലീസിന്റെ പ്രത്യേക സേനാ വിഭാഗത്തെയും അയച്ചു എന്നുള്ളതാണ് ഡൽഹി സർക്കാരിന്റെ ഭാഗത്തുനിന്നും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഭാഗത്തുനിന്നും ഇപ്പോൾ സ്ഥിരീകരിക്കുന്ന വിവരങ്ങൾ. 7 ഫയർ യൂണിറ്റുകൾ ഇപ്പോൾ അവിടേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഔദ്യോഗികമായി വ്യക്തമാക്കുന്നത്. അതിനപ്പുറത്തേക്ക് മറ്റു വിവരങ്ങളൊന്നും തന്നെ ഫയർഫോഴ്സുമായി ബന്ധപ്പെട്ട വിഭാഗങ്ങൾ കൈമാറുന്നില്ല. മറ്റു വിവരങ്ങൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഏതെങ്കിലും ഘട്ടത്തിൽ അല്ലെങ്കിൽ ഈ വരുന്ന നിമിഷങ്ങളിൽ മാത്രമാണ് നമുക്ക് കൈമാറാൻ കഴിയുക. ഏതായാലും ഈ ഘട്ടത്തിൽ എത്രത്തോളം ഈ അപകടത്തിന്റെ വ്യാപ്തി എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കുന്നത്. സ്വാഭാവികമായും നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അത്രയധികം ജനസാന്ദ്രതയുള്ള ഒരു മേഖലയാണ് ഈ റെഡ് ഫോർട്ടിന്റെ സുരക്ഷാ മേഖല. അവിടേക്ക് ഇനി ഏതെങ്കിലും തരത്തിൽ ഇതിന് പിന്നിൽ ഏതെങ്കിലും വിഘടനവാദികളുടെയോ തീവ്രവാദ സംഘടനകളുടെ സാന്നിധ്യമുണ്ടെങ്കിൽ എന്തുകൊണ്ട് എത്തരത്തിലാണ് അവർ അവിടേക്ക് എത്തിയത്? ിന്റെ പരിസരങ്ങളിലൊക്കെ തന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ CCTV ക്യാമറകൾ മാത്രമല്ല, മറ്റ് മെറ്റൽ ഡിറ്റക്ടർ അടക്കമുള്ള സംവിധാനങ്ങളുണ്ട്. സ്വാഭാവികമായും അവിടേക്ക് എത്തണമെങ്കിൽ ഒരുപാട് കടമ്പകൾ കടക്കേണ്ടി വരും. അപ്പോൾ നേരത്തെ സൂചിപ്പിച്ചിരുന്ന പോലെ എങ്ങനെ ഇവരെത്തി എന്നുള്ളതാണ്. നേരത്തെ 2 ഡോക്ടർമാരാണ് ജമ്മു കാശ്മീരിൽ നിന്ന് ഭീകരവാദ അവരുമായി ചേർന്ന് പ്രവർത്തിക്കുകയും അവർക്ക് വേണ്ടി പോസ്റ്ററുകളൊക്കെ തയ്യാറാക്കുകയും ചെയ്ത 2 പേരെയാണ് ഹരിയാനയിലും അറസ്റ്റ് ചെയ്ത. ഡൽഹി ഹരിയാന അതിർത്തിയാണ്. ആ സമയത്ത് തന്നെ ഒരു സുരക്ഷാ മുന്നറിയിപ്പ് കേന്ദ്ര രഹസ്യാന്വേഷണ ഭാഗത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് വളരെ തുച്ഛമായ കിലോമീറ്റർ മാത്രമായി 24 കിലോമീറ്റർ മാത്രമായിരുന്നു രണ്ടാമത്തെ ഭീകരനെ പിടിക്കുന്ന സമയത്ത് ഡൽഹിയുമായി ഉണ്ടായിരുന്ന ദൂരം. അതുകൊണ്ട് തന്നെ 360 കിലോഗ്രാം അമോണിയം നൈട്രേറ്റ് എന്ന് പറയുമ്പോൾ തന്നെ മാത്രമല്ല 2 തോക്കുകൾ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ മറ്റ് ബാറ്ററി സംവിധാനങ്ങൾ, റിമോട്ട് കൺട്രോളുകൾ, ഒരു സ്ഫോടനം നടത്താൻ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഡൽഹിയിൽ കാറിൽ സ്ഫോടനം. ചെങ്കോട്ട മെട്രോ സ്റ്റേഷന് സമീപമാണ് സ്ഫോടനമുണ്ടായത്. സ്ഥലത്തു നിന്നുകളെ ആളുകളെ ഒഴിപ്പിക്കുന്നു. 4 കാറുകൾക്ക് തീ പിടിച്ചുവെന്ന പ്രാഥമിക വിവരങ്ങളാണ് പുറത്തുവരുന്നത്. നിരവധി പേർക്ക് പരിക്കേറ്റതായി സൂചന. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ രക്ഷാപ്രവർത്തനം അവിടെ പുരോഗമിക്കുന്നുണ്ട്. ഡോക്ടർമാർ അവിടേക്ക് എത്തിയിട്ടുണ്ട്. നിരവധി പേർക്ക് പരിക്കേറ്റതായി സൂചനകൾ പുറത്തുവരുന്നു. പക്ഷേ മരണമൊന്നും ഇതുവരെ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല എന്നുള്ളതാണ്. അഭ്യൂഹങ്ങളായ വാർത്തകളൊക്കെ പുറത്തു വരുന്നു എങ്കിലും മരണമൊന്നും തന്നെ സ്ഥിരീകരിച്ചിട്ടില്ല എന്നത് തന്നെയാണ് ഇപ്പോൾ പറയാനുള്ളത്. വിവരങ്ങളുമായി കെ പ്രശാന്ത് ചേരുകയാണ്. പ്രശാന്ത്, ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. ഡോക്ടർമാർ അവിടേക്ക് എത്തുന്നു. വിവരങ്ങൾ എന്താണ്? അശ്വതി, പരിസരം മുഴുവൻ വലിയ രീതിയിലുള്ള തീ പടർന്നിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ജനങ്ങളെ പൂർണ്ണമായും ആ പരിസരത്ത് നിന്ന് ഒഴിപ്പിക്കുകയാണ്. അങ്ങനെ വളരെ പെട്ടെന്ന് ഒഴിപ്പിക്കാവുന്ന ഒരു മേഖലയല്ല റെഡ് ഫോർട്ട് എന്നുള്ളതാണ്. റെഡ് ഫോർട്ട് സ്വാഭാവികമായും സുരക്ഷാ മേഖലയാണ്. പക്ഷെ അതിന് തൊട്ടടുത്തായി ചാന്ദിനി ചോക്ക് മാർക്കറ്റ് അടക്കമുള്ള സംവിധാനങ്ങളുണ്ട്. അതിൽ തന്നെ ഇലക്ട്രോണിക് സംവിധാനങ്ങളുടെ ഒരു വശവും ഒപ്പം തന്നെ മറ്റ് സംവിധാനങ്ങൾ ലഭ്യമാകുന്ന മറ്റ് തുണിത്തരങ്ങളും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ലഭ്യമാകുന്ന ഒരു പ്രദേശവും 2 തരത്തിലാണ് ആ പ്രദേശങ്ങൾ നിലകൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു തരത്തിൽ ചെറിയ തീപ്പൊരി വീണാൽ പോലും വലിയ തരത്തിൽ ആളി പടരാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് ഈ റെഡ് ഫോർട്ടിന് ചുറ്റുമുള്ളത്. റെഡ് ഫോർട്ടിന്റെ തൊട്ട് ഇപ്പുറത്തുള്ള റോഡിന്റെ ഒരു വശത്താണ് ഇത്തരത്തിൽ ചാന്ദിനി ചോക്ക് മാർക്കറ്റ് സ്ഥിതി ചെയ്തത്. അതിന് സമീപത്താണ് ഈ 1ാം ഗേറ്റ്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ വളരെ പെട്ടെന്ന് സ്വാഭാവികമായും തീപിടുത്തം ആളി പടരാൻ കഴിയുന്ന പടർന്നു പോകാൻ കഴിയുന്ന ഒരു സാഹചര്യം അവിടെ ഉരുത്തിരിഞ്ഞ് വന്നേക്കാം. അതുകൊണ്ടാണ് വളരെ ഗൗരവത്തോടുകൂടി തന്നെ ഇപ്പോൾ ഈ സാഹചര്യങ്ങൾ മുന്നോട്ട്. പക്ഷേ വേഗത്തിൽ ഈ സാഹചര്യങ്ങൾ മറികടക്കാൻ കഴിയുമെന്നാണ് വ്യക്തമാക്കുന്നത്. എത്രത്തോളം ഇപ്പോൾ നിലവിൽ 7 ഫയർഫോഴ്സ് യൂണിറ്റുകളാണ് പ്രദേശത്തേക്ക് എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ
കൂടുതൽ ഫയർഫോഴ്സുകളെ അയക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഡൽഹി ഫയർഫോഴ്സ് വിഭാഗം ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഏതായാലും ഏത് തരത്തിലുള്ള ഒരു ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണ സാഹചര്യമായിരുന്നോ അതോ മറ്റേതെങ്കിലും തരത്തിലുള്ള സ്ഫോടനമായിരുന്നോ എന്നത് സംബന്ധിച്ചാണ് കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വരേണ്ടത്. ഏതായാലും ഈ ഘട്ടത്തിൽ നിരവധി ആളുകൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് 20 ഫയർഫോഴ്സിന്റെ യൂണിറ്റുകൾ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ആ യൂണിറ്റുകൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. പൂർണ്ണമായും അവിടുന്ന് ആളുകളെ ഒഴിപ്പിച്ചിട്ട് സേനാ വിഭാഗങ്ങളുടെ നിയന്ത്രണത്തിലേക്ക് ഈ ഭാഗങ്ങൾ പൂർണ്ണമായും മാറി എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ഇനിയിപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഡൽഹി പോലീസിന്റെ പ്രത്യേക സേനാ വിഭാഗം സ്പെഷ്യൽ സെൽ അവിടേക്ക് എത്തിയിട്ടുണ്ട്. അവർ നൽകുന്ന വിവരങ്ങൾ അനുസരിച്ചായിരിക്കും തുടർ നടപടികൾ. പൂർണ്ണമായും വാഹനങ്ങൾ പൊട്ടിത്തെറിച്ച് കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിലേതെങ്കിലും തരത്തിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ ജീവഹാനി അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായോ എന്നുള്ളതാണ് ഇനി പരിശോധിക്കപ്പെടേണ്ടത്. പക്ഷേ പലപ്പോഴായി വലിയ സുരക്ഷാ സാഹചര്യങ്ങൾ വിലയിരുത്തി പോകുന്ന ഒരു മേഖലയാണ് റെഡ് ഫോർട്ട്, അതുപോലെ തന്നെ ഇന്ത്യ ഗേറ്റ്, മറ്റൊന്ന് ഏറ്റവും കൂടുതൽ ജനസാന്ദ്രത വരുന്ന സരോജിനി മാർക്കറ്റ്. ഈ മേഖലകളാണ് പ്രധാനമായും സുരക്ഷാ സംവിധാനങ്ങൾ കൂടുതലായി ഏർപ്പെടുത്താറുള്ളത്. ആ മേഖലയിൽ അത്തരത്തിൽ സുരക്ഷയുണ്ടാവും. സ്വാഭാവികമായി നമ്മൾ ഫോർട്ടുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുക. പ്രത്യേകിച്ച് അവിടെ എത്തുന്ന സമയത്ത് തന്നെ അവിടെ മെറ്റൽ ഡിറ്റക്ടർ അടക്കമുള്ള സംവിധാനങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ പൂർണ്ണമായും ആ പ്രദേശം CCTV നിരീക്ഷണത്തിലാണ്. അതുകൊണ്ട് തന്നെ മറ്റേതെങ്കിലും തരത്തിൽ ആരെങ്കിലും ഈ വാഹനം കൊണ്ടുവന്ന് ഉപേക്ഷിച്ചതാണോ, ഏതെങ്കിലും തരത്തിലുള്ള തീവ്രവാദ സാന്നിധ്യം ഇതുമായി ബന്ധപ്പെട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് ഇനിയുള്ള മണിക്കൂറുകളിൽ പുറത്തു വരേണ്ടത്. ഇനിയിപ്പോൾ അങ്ങനെയൊന്നും അല്ലെങ്കിൽ പോലും ഗുരുതരമായ ഒരു സാഹചര്യമെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം നമുക്കറിയാം റെഡ് ഫോർട്ടിന്റെ പ്രാധാന്യവും മറ്റ് കാര്യങ്ങളും ഒക്കെ തന്നെ രാജ്യത്തിന് എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് എന്നതുകൂടി നമുക്കറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഏത് തരത്തിലുള്ള ഒരു ഇടപെടൽ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് വരുന്ന മണിക്കൂറുകളിൽ പരിശോധിക്കേണ്ടത്. ഈ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഇത്തരത്തിലൊരു ശ്രദ്ധ രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് ഉണ്ടായിരുന്നു. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോൾ ചില ആളുകളെ അറസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തത്. ഇനി അത്തരം ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്ക് ഏതെങ്കിലും തരത്തിൽ ഈ സ്ഫോടനവുമായി ബന്ധമുണ്ടോ, മറ്റേതെങ്കിലും തരത്തിലുള്ള സംഭവങ്ങളാണോ ഇതിന് പിന്നിൽ തുടങ്ങിയ കാര്യങ്ങളാണ് പ്രധാനമായി പരിശോധിക്കുന്നത്. ഏതായാലും അതീവ ഗുരുതരമായ ഒരു സാഹചര്യം ഡൽഹി കേന്ദ്രീകരിച്ച, രാജ്യ തലസ്ഥാനം കേന്ദ്രീകരിച്ച ഇപ്പോൾ ഉടലെടുത്തിട്ടുണ്ട്. അത് തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള നടപടികൾ പോകുന്നു. അതേസമയം തന്നെ ഏത് തരത്തിലാണ് സ്ഫോടനം ഉണ്ടായത്, മറ്റേതെങ്കിലും തരത്തിലുള്ള സാഹചര്യങ്ങൾ ഇതിന് പിന്നിലുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിച്ചു വരികയാണ്. ശ്രുതി. പ്രശാന്ത് സൂചിപ്പിച്ച പോലെ തന്നെ ചെങ്കോട്ട തിരക്കേറിയ സ്ഥലമാണ്. ഒപ്പം മെട്രോ സ്റ്റേഷന് സമീപമാണ് ഈ സ്ഫോടനം ഉണ്ടായത് എന്നുള്ളതാണ്. ഒപ്പം കടകളുണ്ട്, അവിടെ മാർക്കറ്റുകളുണ്ട്. അപ്പോൾ തന്നെ എന്തായാലും നിരവധി ആളുകൾ അവിടെ തങ്ങി നിൽക്കുന്ന പ്രദേശം കൂടിയാണ്. അപ്പോൾ ഈ ആളുകളെ ഒഴിപ്പിക്കുക എന്ന് പറയുന്നത് എത്രത്തോളം ശ്രമകരമാണ്? ശരി, അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഒന്ന്, ഡൽഹിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഓരോ സമയത്തും ഓരോ ദിവസവും പ്രത്യേക തരത്തിൽ മാർക്കറ്റുകൾ കേന്ദ്രീകരിച്ച് നിൽക്കുന്ന ഒരു സ്ഥലമാണ് ഡൽഹി. അങ്ങനെയാണ്, അതായത് എല്ലാ ദിവസവും ഒരു സ്ഥലത്തായിരിക്കില്ല മാർക്കറ്റ്. പക്ഷേ ഈ ഡൽഹിയിൽ കാറിൽ സ്ഫോടനം. ചെങ്കോട്ട മെട്രോ സ്റ്റേഷന് സമീപമാണ് സ്ഫോടനമുണ്ടായത്. സ്ഥലത്തു നിന്നും ആളുകളെ ഒഴിപ്പിക്കുകയാണ്. 4 കാറുകൾക്ക് തീപിടിച്ചു. നിരവധി പേർക്ക് പരിക്കേറ്റതായി സൂചനകൾ പുറത്തുവരുന്നു. ഔദ്യോഗികമായി മരണമൊന്നും ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ അഭ്യൂഹങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. അവിടേക്ക് ഡോക്ടർമാർ എത്തിയിട്ടുണ്ട്. ആളുകളെ ഒഴിപ്പിക്കാനുള്ള ശ്രമം തുടരുകയാണ്. തീയണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നു. 10 ഫയർഫോഴ്സ് യൂണിറ്റാണ് സ്ഥലത്തേക്ക് എത്തിയിട്ടുള്ളത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഡൽഹിയിൽ കാറിൽ സ്ഫോടനമുണ്ടായിരിക്കുന്നു. ചെങ്കോട്ട മെട്രോ സ്റ്റേഷന് സമീപമാണ് സ്ഫോടനമുണ്ടായത്. സ്ഥലത്തു നിന്നും ആളുകളെ ഒഴിപ്പിക്കുന്നു. 4 കാറുകൾക്ക് തീപിടിച്ചു. നിരവധി പേർക്ക് പരിക്കേറ്റതായാണ് സൂചന. പ്രശാന്ത, തുടരാം. ആളുകളെ നിലവിൽ ആശുപത്രികളിലേക്ക് മാറ്റി എന്ന വിവരം കൂടിയാണ്, മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ തന്നെ ഈ സ്ഫോടനത്തിൽ അല്ല കൂടുതൽ ആളുകൾക്ക് പരിക്കേറ്റെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തിക്കും തിരക്കും ഉണ്ടായിട്ടുണ്ട്. സ്വാഭാവികമായും അത് വലിയ തരത്തിൽ ഈ അപകടത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുമെന്നുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ കാറുകൾ മാത്രമല്ല പൊട്ടിത്തെറിച്ചിട്ടുള്ളത്, അതിനോട് സമീപത്തുണ്ടായിരുന്ന ചെറുവാഹനങ്ങൾ, ബൈക്കുകളുണ്ട്, ഒപ്പം തന്നെ ചില പിക്കപ്പ് ലോറികളൊക്കെ തന്നെയുണ്ട്. മാത്രമല്ല ഇതിന്റെ ദൃശ്യങ്ങൾ, ഓട്ടോറിക്ഷകളൊക്കെ തന്നെയുണ്ട്. ഈ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതനുസരിച്ചാണെങ്കിൽ ഇതൊരു ചെറിയ വളരെ പെട്ടെന്നൊരു കാർ പൊട്ടിത്തെറിച്ചുണ്ടായ ഒരു സ്ഫോടനമാകാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം അത്രയധികം വാഹനങ്ങൾക്ക് വലിയ തരത്തിലുള്ള കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. പൂർണ്ണമായി വാഹനങ്ങൾ തകർന്നു കിടക്കുന്ന അവസ്ഥയാണുള്ളത്.
വാഹനങ്ങളുടെ വീലുകൾ മറ്റും തെറിച്ച് ദൂരേക്ക് മാറിയിട്ടുണ്ട്. ഓട്ടോറിക്ഷകളുണ്ട്, ഒപ്പം തന്നെ ബൈക്കുകളുണ്ട്, മറ്റ് റിക്ഷ സംവിധാനങ്ങൾ, അതായത് ഇവിടെ ഡൽഹിയിൽ ഇലക്ട്രിക് റിക്ഷകളുണ്ട്, അത്തരം റിക്ഷകളുണ്ട്. അതോടൊപ്പം തന്നെ പിക്കപ്പ് വാഹനങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഡൽഹിയിലേക്ക് ഈ മാർക്കറ്റ് ആയതുകൊണ്ട് അവിടെയൊക്കെ സാധനങ്ങൾ എത്തിക്കുന്ന സംവിധാനങ്ങളുണ്ട്. ഇങ്ങനെ നിരവധിയായ വാഹനങ്ങളുണ്ട്. ആ വാഹനങ്ങൾക്കൊക്കെ തന്നെ വലിയ തരത്തിൽ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിലവിൽ ഈ പ്രത്യേക പോലീസ് സംഘം ഇപ്പോൾ പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. അവരെത്തി വരുന്ന നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഇത് സംബന്ധിച്ച സ്ഥിരീകരണത്തിൽ എന്താണ് സംഭവിച്ചത് വിവരങ്ങൾ പുറത്തേക്ക് വിടുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ആ പ്രദേശത്തെ തീ അണയ്ക്കാൻ ഫയർഫോഴ്സിന് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അവിടേക്ക് ഇപ്പോൾ ആരെയും പ്രവേശിപ്പിക്കുന്നില്ല. കൂടുതൽ ഫയർഫോഴ്സിന്റെ സംവിധാനങ്ങൾ, ഒപ്പം തന്നെ പ്രദേശം പൂർണ്ണമായും പോലീസിന്റെ സ്പെഷ്യൽ സെല്ലിന്റെ നിയന്ത്രണത്തിലേക്ക് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ഏതായാലും അതീവ ഗുരുതരമായ ഒരു സാഹചര്യം ഡൽഹി രാജ്യതലസ്ഥാനം കേന്ദ്രീകരിച്ച് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. ഇനി വരുന്ന മണിക്കൂറുകളിൽ കൂടുതൽ സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തും. ഒപ്പം തന്നെ ബന്ധപ്പെട്ട ഏജൻസികളുടെ അന്വേഷണ വിഭാഗങ്ങളെല്ലാം തന്നെ പ്രദേശത്തേക്ക് എത്തും. എന്താണ് സംഭവിച്ചത് എന്ന് കണ്ടെത്തുകയാണ് പ്രധാനപ്പെട്ട കാര്യം. സ്വാഭാവികമായും ഒരു വാഹനം പൊട്ടിത്തെറിച്ചതാണോ, അത് ഏതെങ്കിലും തരത്തിൽ ഈ വിഘടനവാദികളോ തീവ്രവാദികളോ ആയ ആളുകളുടെ സാന്നിധ്യം ഇതുമായി ബന്ധപ്പെട്ട ഉണ്ടായിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് പ്രധാനമായി പരിശോധിക്കുന്നത്. ഇപ്പോൾ പ്രദേശങ്ങളാണ് പൂർണ്ണമായും ഡൽഹിയിൽ കാറിൽ സ്ഫോടനം. ചെങ്കോട്ട മെട്രോ സ്റ്റേഷന് സമീപമാണ് സ്ഫോടനമുണ്ടായത്. സ്ഥലത്തു നിന്നും ആളുകളെ ഒഴിപ്പിക്കുകയാണ്. 4 കാറുകൾക്ക് തീപിടിച്ചു, ഒപ്പം ഓട്ടോറിക്ഷയ്ക്കൊക്കെ തീപിടിച്ചു എന്ന വിവരങ്ങൾ പുറത്തേക്ക് വരുന്നു. നിരവധി പേർക്ക് പരിക്കേറ്റതായി സൂചന. ഈ പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നുണ്ട്. രക്ഷാപ്രവർത്തനം അവിടെ പുരോഗമിക്കുകയാണ്, ഒപ്പം ആളുകളെ ഒഴിപ്പിക്കുന്നു. തീയണയ്ക്കാനുള്ള ശ്രമം പുരോഗമിക്കുകയാണ്. 10 ഫയർഫോഴ്സുകളാണ് തീ അണയ്ക്കാനായി എത്തിയിട്ടുള്ളത്. ഒപ്പം ഡോക്ടർമാർ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. മരണങ്ങളൊന്നും ഇതുവരെ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടതും ആശ്വാസകരവുമായ കാര്യം എന്നത് തന്നെയാണ്. 4 കാറുകൾക്കാണ് തീപിടിച്ചത്. പക്ഷേ നിരവധി പേർക്ക് പരിക്കേറ്റതായി സൂചനയുണ്ട്. അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് ഡൽഹിയിൽ നൽകിയിട്ടുള്ളത്. और तो पता नहीं किसी तरह की कोई आवाज आपने सुनी? बम बहुत जोर आवाज आई, बिल्डिंग खिड़की हिल गई, खिड़की हिल गई। आपका घर कितना दूर है? ये रहा गुरुद्वारे के पास। പ്രതികരണങ്ങളൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട്. ഉഗ്രസ്ഫോടനത്തോടെ വലിയ ശബ്ദത്തോടെയാണ് ഈ ഒരു സ്ഫോടനം ഉണ്ടായത് എന്നുള്ള പ്രതികരണങ്ങളാണ് ആളുകളിൽ നിന്നുമൊക്കെ പുറത്തോട്ട് വരുന്നത്. ദൃക്സാക്ഷികളൊക്കെ പറയുന്നത് അങ്ങനെയാണ്. കെ കെ പ്രശാന്ത്, ഒപ്പം ഡൽഹിയിൽ അതീവ ജാഗ്രതയാണല്ലോ. അതായത് പൂർണ്ണമായും സേനാ നിയന്ത്രണത്തേക്ക് പ്രശ്ന നിയന്ത്രണത്തിലേക്ക് മാറുന്നു. നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ അത്രയും സുരക്ഷാ പ്രാധാന്യമുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ഒന്നാണ് റെഡ് ഫോർട്ട്. അതുകൊണ്ട് തന്നെ ആ മേഖല മാത്രമല്ല, ഇന്ത്യ ഗേറ്റ്, അതോടൊപ്പം തന്നെ ജനങ്ങൾ കൂടുതലായിട്ടുള്ള